ഹായ്, എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഞാനിന്നൊരു ഐറ്റം ആയിട്ടാണ് ഇത് കണ്ടോ. കുറേ നാളായിട്ട് ഞാൻ ഗ്രാഫ്റ്റിംഗ് പേപ്പറിന് വേണ്ടി നടന്നു. അവസാനം ഓൺലൈനിൽ വരുത്തി കേട്ടോ, ഫ്ലിപ്കാർട്ടിൽ നിന്നാണേ. അപ്പോൾ നമുക്ക് നോക്കാം. ഗ്രാഫ്റ്റിംഗ് പേപ്പർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പൊളിക്കാൻ കുറച്ച് കഷ്ടമാണ് കേട്ടോ. മൂന്നെണ്ണം എങ്ങനെയുള്ള എഴുതി വന്നതാണ് കേട്ടോ. മൂന്നെണ്ണം ഉണ്ടെന്നാണ്. ഒരെണ്ണത്തിന് 3. വരുന്നില്ലല്ലോ, ഇത്രയും കഷ്ടം. ഇതാണ് ഒരെണ്ണം എടുക്കാട്ടോ. ഇതാണ് ഗ്രാഫ്റ്റിംഗ് പേപ്പർ. പക്ഷെ ഇത് വീതി കുറവ് പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത്രയും വീതി മതിയാവുമോ നോക്കാം നമുക്ക്. ഇത് നല്ല വീതി കുറവ് പോലെ തോന്നും. ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡീനിയം പ്ലാന്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു എൻ്റെ കയ്യിൽ കത്തിയൊന്നുമില്ല, അതുകൊണ്ട് പുതിയ ബ്ലൈഡാണ് എടുത്തിരുന്നത്. നോക്കാം. കുറേ എണ്ണം ഫെയിലായി. അപ്പോൾ പിന്നെ അടുത്ത ഇത് ട്രൈ ചെയ്ത് നോക്കിയാണ്. കാണാനല്ലേ ഒരേ ഷേപ്പിൽ കട്ട് ചെയ്യണം. ഇങ്ങനെയാണ് കട്ട് ചെയ്യണ്ടോ. ഞാൻ ഇതിനു മുമ്പ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടേ സൺലൈറ്റിലാണ് വരച്ചത് കേട്ടോ. സൺലൈറ്റ് ഒന്നും ഇല്ലാത്ത ഭാഗത്താണ് വെക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇപ്രാവശ്യം ചെയ്യുമ്പോൾ നോക്കാം. ഇതാണ് എടുത്തത്. ബാക്കി എല്ലാത്തിലും മൊട്ട് വെക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഈ ഫ്ലവർ കണ്ടോ, ഈ ഫ്ലവറിൻ്റെ ആണ് എടുക്കുന്നത് കേട്ടോ. എല്ലാത്തിലും മൊട്ടുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഇതിനെടുത്തു. ഇതൊരു ചെറിയ തുണ്ട്. ഇത് അത്യാവശ്യം കട്ടിയുള്ള കട്ട് ചെയ്തെടുക്കാനാണ്. പക്ഷെ അത് ഇതിനേക്കാൾ കുറച്ചുകൂടെ മൂപ്പേറിയത് കാണാം. ഈ ഒരു പീസായിട്ടാണ് എടുത്തത് കേട്ടോ. ഇതിൻ്റെ ടോപ്പ് നമ്മൾ നല്ല രീതിയിൽ ഒരു കോട്ടൺ വെച്ച് തുടച്ച് അതിൻ്റെ കറയൊന്ന് തുടച്ച് കേട്ടോ. അതുപോലെ ഇതിൻ്റെ അടിഭാഗം കളഞ്ഞിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ചെറിയൊരു ഗ്യാപ്പ് ഉള്ളത് കേട്ടോ. ഈ ബ്ലൈഡ് അങ്ങോട്ട് പോയി. ബ്ലൈഡ്
കൈ മുറിഞ്ഞിട്ട് എൻ്റെ കൈ മുറിഞ്ഞെന്നാണ് തോന്നുന്നത്. പുതിയ ബ്ലൈഡ് എടുക്കുമ്പോൾ സൂക്ഷിക്കണം, കൈ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്. കട്ട് ഒരേ ഷേപ്പിൽ വന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒരു ചെറിയ ചരിവൊക്കെ ഉള്ളത് പോലെ തോന്നുന്നു. ബ്ലൈഡ് ആയതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്യുമ്പോഴേ ഇത് വളഞ്ഞു പോകാൻ പാടില്ല. ഒരു സൈഡ് ചരിഞ്ഞ് ഒരു സൈഡ് കയറി അങ്ങനെ വരാത്ത വിധത്തിൽ വേണം കട്ടാക്കാൻ. ഇത് കറക്റ്റ് ഒരു ഷേപ്പിന് ഈ ആദ്യം കട്ട് ചെയ്തതിനാണോ ഇല്ലാത്തത്, ഇതിനാണോ ഇല്ലാത്തതെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും കൊടുക്കാം നമുക്ക്. ഇതാണ് ഗ്രാഫ്റ്റിംഗ് പേപ്പർ. ഇങ്ങനെ പ്രസ്സാക്കിയിട്ട് നല്ല രീതിയിൽ വലിക്കണം. കാണാമോ? നല്ല രീതിയിൽ ലൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് വലിച്ചിട്ട് ഇങ്ങനെ കെട്ടണം ഇറക്കി. ഞാൻ വലിച്ചത് കുറഞ്ഞു പോയോന്ന് എനിക്കൊരു ഡൗട്ട് കേട്ടോ. ഇത് കുറച്ചുകൂടെ വീതിയുള്ള പേപ്പറാണെങ്കിൽ കേട്ടോ, നല്ല വീതി കുറവാണ് കേട്ടോ. എന്തായാലും ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചു കണ്ടോ. ഇങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇതിനി തണലിൽ വെച്ച് നോക്കാം കേട്ടോ കുറച്ച് ദിവസം. അപ്പോൾ പിടിച്ച് കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ സൺലൈറ്റിൽ വച്ചത് കൊണ്ടാവാം പിടിച്ച് കിട്ടാത്തത്. ഇത് പിന്നെ അവരൊരു ചെറിയ കവർ കൂടെ ഇതിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ കവറില്ല, ഞാൻ അത് പിന്നെ കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഗ്രാഫ്റ്റ് ചെയ്തു. ഇതെങ്കിലും ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. 3ാമത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ ഗ്രാഫ്റ്റിംഗ് പേപ്പറിലാണ് ചെയ്തത്. അപ്പോൾ ഇത് ഓക്കെ ആവുകയാണെങ്കിൽ അടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് കൂടെ അറിയിക്കണം. അപ്പോൾ ഇത് എനിക്ക് ഒരു തൃപ്തിയായില്ല കേട്ടോ. ഗ്രാഫ്റ്റിംഗ് പേപ്പർ ഞാൻ വലിച്ചത് ശരിയായില്ല എന്നാണ് തോന്നുന്നത്. ഈ 2 സൈഡിലേക്ക് ചെറിയൊരു ഗ്യാപ്പ് വന്നു. ഇല്ലെങ്കിൽ ഇത് ശരിയായില്ലെങ്കിൽ ഒരിക്കൽ കൂടെ ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ കാണിച്ചു തരുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ വന്നിട്ട് ഇതാണ് കേട്ടോ, കാണാൻ പറ്റുമോ? ഇതാണ് ഇതിൻ്റെ ഫ്ലവർ. കുറച്ചുകൂടെ അടുപ്പിച്ച് അപ്പോൾ അതിൻ്റെ ഇതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്. ഉണ്ടോ? ഇതാണ് ഫ്ലവർ. ഈ ഫ്ലവർ വെച്ചിട്ടാണ്. എന്നിട്ട് ഫ്ലവർ കാണുന്നു ചെറിയ കൂടുതൽ ഇത് ഉയർത്തുമ്പോഴല്ലോ ഫ്ലവർ ഇളകിപ്പോകാൻ. ഈ ഫ്ലവറാണ് ഞാനിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി വിഷു പറയുന്നു. ഓക്കെ, എല്ലാവിധ ആശംസകളും. ബൈ.